ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ സൺഡേ മഹാലയ എന്നാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷം. ലൈക്ക് നമ്മുടെ ബംഗാളീസിന് മഹാലയ എന്നാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നവരാത്രി സ്റ്റാർട്ട് ചെയ്യണതിന് 7 days മുന്നേ നടക്കുന്ന ഒരു പരിപാടിയാണ് മഹാലയ. മഹാലയ എന്ന് പറയുമ്പോൾ നമ്മൾ അന്നാണ് ഈ ദുർഗാദേവിയുടെ ഐഡൽസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് ഈ ഒരു ഡേ ആണ് നമ്മൾ കണ്ണ് ദൈവത്തിന് വരക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചിട്ട് വന്ന് എന്നൊക്കെ ഉള്ള ഒരു സ്റ്റോറിയൊക്കെ കാണിക്കുന്ന ഒരു ദിവസം എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചെറുപ്പത്തിൽ മുതൽ അങ്ങനെയൊക്കെ കണ്ടാണ് വളർന്നേക്കുന്നത്. അപ്പോൾ 7 days കൂടി ഉള്ളൂ ഞങ്ങൾ നവരാത്രി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഡാൻസ് പ്രാക്ടീസിന് വന്നേക്കണേയാണ്. അപ്പോൾ ഇനി ബാക്കി ആ പരിപാടികളെല്ലാം കാണാം കേട്ടോ. അപ്പോൾ ഞാനും മമ്മിയും എൻ്റെ 2 പിള്ളേരും കൂടി പ്രാക്ടീസിന് പോണേയാണ്. ഞങ്ങളെല്ലാവരും ഡാൻസിലുണ്ട് കേട്ടോ, ചെറുത് ഒഴിച്ച്. ബാക്കി എല്ലാവരും ഡാൻസും ഓരോരോ കൾച്ചറൽ പ്രോഗ്രാംസിലൊക്കെ ഞങ്ങൾ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെയൊക്കെ എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഞങ്ങൾ ഇങ്ങനത്തെ ഫങ്ഷൻസിനും ഓരോ പരിപാടിക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. ഞങ്ങൾ മെട്രോനാണ് കേട്ടോ പോയത്. തൈക്കൂടത്ത് മെട്രോ സ്റ്റേഷനിൽ കാറ് വെച്ച് അവിടെ നിന്ന് ഞങ്ങൾ എടപ്പള്ളി വരെ മെട്രോനാണ് പോയത്. അപ്പോൾ അത്രയും ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ പോയി എല്ലാവരും പ്രാക്ടീസൊക്കെ ചെയ്തു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് പ്രാക്ടീസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് ലഞ്ചൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഒരു സ്നാക്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊന്നും കയ്യിൽ കരുതിയില്ല. അപ്പോൾ ഇവിടെ ലുലു മോളുടെ അടുത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞങ്ങൾ ഇതേ കടയൊക്കെ തപ്പിയിട്ട് ഒന്നും കിട്ടാനിട്ട് ഡയറക്റ്റ്ലി ഇനി ബ്ലിങ്കിറ്റിലാണ് ഓർഡർ ചെയ്തത്. ഒരു കടയില്ല, ഒരു തേങ്ങയില്ല. ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന്. അപ്പോൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും തകർത്ത് പ്രാക്ടീസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സിങ് ടൈമാട്ടോ എല്ലാവർക്കും. അങ്ങനെ ഓരോരോ പ്രോഗ്രാംസും പ്രാക്ടീസസൊക്കെ നടക്കണേന്. ഞാൻ സംസാരിക്കണ എന്തെങ്കിലും കേൾക്കാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ നോക്കി ഒക്കെ ഇരിക്കണയാണ്. എൻ്റെ അമ്മ അപ്പോൾ മോള് കുറേ കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഉറങ്ങിയപ്പോഴത്തേക്കും ഒരു 3 മണിയപ്പോൾ ആൾ ഉറങ്ങിപ്പോയി. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചായയും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഇതായിരുന്നു സ്നാക്സ് തന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു കൂട്ടത്തിലൊരു ആൻറ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാനും കാര്യങ്ങൾക്കായിരുന്നു. പക്ഷെ അതിനൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം എൻ്റെ മോളെൻ്റെ മടി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസും ഫാഷൻ ഷോ പ്രാക്ടീസും എല്ലാം കഴിഞ്ഞു. പിള്ളേരൊക്കെ ഇവിടെ കളിച്ച് വീട്ടിൽ പോകാനുള്ള ഇതിലാണ്. ആർക്കും വരാൻ താല്പര്യമില്ല, അത് വേറൊരു കാര്യം. ആകെ ക്ഷീണിച്ച് ഭയങ്കര ചൂട്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഓരോ പൂജ വിശേഷങ്ങളായിട്ടായിരിക്കും ഞാനിനി വരുന്നത്. അപ്പോൾ ടിൽ ദെൻ ടാറ്റാ ബൈ.